ദൈവത്തിന് മഹത്വം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഈ വാക്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരുഭൂമിയിലെ പരീക്ഷകനോട്, പിശാചിനോട് ദൈവത്തിനെ ക്രിസ്തു വെളിപ്പെടുത്തിയ വചനമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം വളരെ പ്രാധാന്യമുള്ള ഒരു സത്യം മനസ്സിലാക്കാൻ പോകുക. അപ്പം അല്ലെങ്കിൽ ആഹാരം, ഇത് മനുഷ്യന്റെ മൗലികമായ ആവശ്യമാണ്. ഏത് മനുഷ്യനെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. അപ്പോൾ തന്നെ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ നാം പാർക്കുന്ന വീടിനേക്കാൾ, നാം ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ, നാം ഭക്ഷിക്കുന്ന ആഹാരം അത് ജീവന് ആധാരമായിരിക്കും. ഓരോ ക്രൈസ്തവ വിശ്വാസിയും കുറച്ചുകൂടെ ആഴങ്ങളിൽ ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യം എന്തല്ല എന്ന് നാം ചിന്തിക്കണം, പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ അപ്പത്തിനപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ മനുഷ്യന് ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന മറ്റെന്തും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അത് ഭൗതികമാകട്ടെ, സമ്പത്താകട്ടെ, വസ്തുവകകളാകട്ടെ, വസ്ത്രവും പാർപ്പിടവും വരുമാന മാർഗങ്ങളും ജീവനോപാധികളും എന്തുമാകട്ടെ. പക്ഷെ ഇന്നത്തെ ചിന്ത അപ്പം കൊണ്ട് മാത്രമല്ല. വേറെ ഒരു വ്യാഖ്യാനത്തിനും ഞാൻ ശ്രമിക്കുന്നില്ല. ഈ ചിന്ത നമ്മളെ ഇന്ന് വീണ്ടും ഒന്ന് ആത്മാവിൽ ബലപ്പെടുത്തും. അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ മറ്റെന്തോ കൊണ്ട്, അതിനേക്കാൾ എന്തോ പ്രാധാന്യമുള്ളത് വേറെ ഉണ്ട്. നമുക്ക് ഭൗതികം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, വരുമാന മാർഗങ്ങൾ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ഈ ഘടകങ്ങളെല്ലാം വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ കുറച്ചുകൂടെ ഇതിനപ്പുറത്തുള്ള, നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് അപ്പുറത്തുള്ള, അടിയന്തര പ്രാധാന്യമായിട്ടുള്ള ഈ വിഷയങ്ങൾക്ക് അപ്പുറത്തുള്ള, മനുഷ്യൻ മുൻതൂക്കം നൽകുന്ന ഈ ഘടകങ്ങൾക്ക് അപ്പുറത്തും മറ്റെന്തിനോ വേണ്ടി ഒരു ജിജ്ഞാസ, വാഞ്ച, താല്പര്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കും. അത് എന്താണ് പ്രിയമുള്ളവരെ? റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. കുറച്ചുകൂടെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണവും പാനീയവും അപ്രകാരമുള്ള നമ്മുടെ ജീവനെ നിലനിർത്തുവാനുള്ള വസ്തുക്കളെക്കാളൊക്കെ ഉപരിയായി ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം, അപ്രകാരം ഒരു ജീവിതം ഉണ്ട്. നാം അത് അറിയണം, നാം അത് അനുഭവിക്കണം, നാം അതിൽ വസിക്കണം. വളരെ വ്യക്തമായി യേശു തന്റെ പരീക്ഷയിൽ വെളിപ്പെടുത്തി, എന്റെ നിലനിൽപ്പിന്, എന്റെ ജീവന് ആവശ്യമായിരിക്കുന്നത് ഭൗതികമായ ആഹാരമല്ല, അതിനപ്പുറത്ത് മറ്റെന്തോ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇപ്പോഴും ദൈവഹിതത്തിൽ നിലനിൽക്കുവാൻ, ദൈവഇഷ്ടത്തിന് വിപരീതമായി സ്വയത്തിൽ ഒരു കാര്യം ചെയ്യാതിരിക്കും. കല്ല് അപ്പമാക്കുവാനുള്ള പരീക്ഷ ശക്തമായി നേരിട്ടപ്പോൾ വേണമെങ്കിൽ ദൈവത്തിന്റെ കല്ല് അപ്പമാക്കാം. പക്ഷേ തന്റെ സ്വന്തം വശപ്പടക്കുവാൻ, താൻ ദൈവത്തിന് തെളിയിക്കുവാൻ ഒരിക്കലും യേശു പിശാചിന്റെ ആഹ്വാനത്തെ സ്വീകരിച്ചില്ല, അതിനെ അവഗണിക്കുകയായിരുന്നു. തന്റെ ശക്തി വെളിപ്പെടുത്തുവാനുള്ള സന്ദർഭത്തെ കർത്താവ് നിരാകരിക്കുകയായിരുന്നു. സാത്താൻ പോലും വിശ്വസിക്കുന്നു എന്ന് നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയും. ദൈവത്വം കൽപ്പിച്ചാൽ കല്ലപ്പമായി തീരും. പക്ഷെ അപ്പോഴും കല്ലപ്പമാക്കാനുള്ള പിതാവിന്റെ കൽപ്പന പുത്രനില്ല. പിശാചിന് മുമ്പിൽ തെളിയിക്കപ്പെടുവാനുള്ള ഒരു നിയോഗം തന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവിൽ നിന്ന് പുത്രന് ലഭിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നിയോഗമാണ് ശുശ്രൂഷ, നിർബന്ധമല്ല. നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന വിശുദ്ധ നിർണയങ്ങൾ, ആത്മനിയോഗങ്ങൾ, ദൈവഹിതത്തിനു വേണ്ടി നാം ചുവടുകൾ വെക്കുമ്പോൾ ദൈവിക പദ്ധതി നമ്മളിലൂടെ വെളിപ്പെട്ടു വരും. 40 ദിവസം ഉപവാസം കഴിഞ്ഞ പുത്രന് ഇപ്പോൾ വിശക്കുകയാണ്. പിശാചും നമ്മുടെ ബലഹീനതയോട് ചേർന്ന് നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം വിശന്നിരിക്കുമ്പോൾ, നമ്മുടെ ഫെൽത്ത് നീഡ്, അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യം എന്താണോ അതോട് ചേർന്ന് പിശാചൻ നമ്മളെ പരീക്ഷിക്കുവാൻ ഇപ്പോൾ വെളിപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷേ കർത്താവ് വെളിപ്പെടുത്തുന്ന ഈ ആത്മലോകം, ഈ ദൈവരാജ്യം കല്ല് കഴിച്ച് അല്ലെങ്കിൽ കല്ലപ്പമാക്കി താൻ ദൈവമഹത്വം തെളിയിക്കുവാൻ തനിക്ക് ഒരു ദൈവിക ഇടപെടലും ഇല്ലാത്തതുകൊണ്ട് പിശാചിന്റെ എല്ലാ വാദഗതികളെയും വചനം കൊണ്ട് ദൈവത്തിനായി യേശു ജയിച്ചു. ഒടുക്കത്തെ ആദാം തന്റെ മരുഭൂമിയിൽ പരീക്ഷയിൽ സാത്താൻ നേരിട്ട് വന്ന് തന്നെ പരീക്ഷിച്ചപ്പോൾ വചനം കൊണ്ട് ജയിച്ചു. ഒന്നാമത്തെ ആദാം ഏദനിൽ വചനം തള്ളിക്കളഞ്ഞ് പാമ്പിന്റെ സുവിശേഷം കേട്ട് പഴം പറിച്ചു തിന്നപ്പോൾ ഒടുക്കത്തെ ആദാം ക്രിസ്തുയേശു വചനം കൊണ്ട് പരീക്ഷകളെ ജയിച്ചു. കർത്താവ് ശുശ്രൂഷിക്കാൻ തുടങ്ങിയതിനു മുമ്പേ കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ഇപ്രകാരം എഴുതിയിരിക്കും. എവിടെ എഴുതിയിരിക്കുന്നു? വചനത്തിൽ എഴുതിയിരിക്കും. പ്രിയമുള്ളവരെ, വചനമാണ് നമ്മുടെ ഭക്ഷണം, വചനമാണ് നമ്മുടെ ആഹാരം. അതുകൊണ്ടാണ് കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നത് ദാഹിക്കുകയില്ല. അപ്രകാരം ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത, ഭൗതിക ആവശ്യങ്ങളിൽ ഒരിക്കലും സ്വാധീനിക്കപ്പെടാത്ത ഒരു ആത്മീയത. ഗിരിപ്രഭാഷണങ്ങൾ പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ അതിന്റെ 25-ാമത്തെ വാക്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അതുകൊണ്ട് നമ്മുടെ ഭൗതിക ആഹാരങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ, ഭൗതികമായ എല്ലാ മാനദണ്ഡങ്ങളും ഈ ഭൂമിയിലെ ജീവിതത്തിന് നമുക്ക് അനുയോജ്യമായ ഘടകങ്ങളാണ്. പക്ഷെ ഒരു ആത്മീയനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഉന്നതമായി അവന്റെ ചിന്താമണ്ഡലം, വിചാരങ്ങൾ, അപ്പോൾ തന്നെ അവന്റെ ആവശ്യങ്ങളോടുള്ള നിലപാട്, പരീക്ഷകളുള്ള മനോഭാവം, എന്തിനൊക്കെ ഒരു വിശുദ്ധൻ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യമുള്ള വിഷയം. വീണ്ടും പറയട്ടെ, മനുഷ്യൻ
അപ്പം കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആ വചനം വരും, ആ ദൂത് വരും, ആ പ്രവചന ശബ്ദം വരും, അരുളപ്പാടുകൾ വരും, നിയോഗങ്ങൾ വരും. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രത്യക്ഷത വരും. നിശ്ചയമായും ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാകും. വരുന്ന ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് നാം ജീവിക്കും. അതുകൊണ്ട് ഇന്ന് പലക്കാലം നമുക്ക് ആത്മാവിന് ഉറക്കാം. ബൈബിളിൽ പല ഭാഗത്തായി എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസം കൊണ്ട് ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ തന്നെ വീണ്ടും ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു നീതിമാൻ ആത്മാവിൽ ജീവിക്കും, വിശുദ്ധൻ ആത്മാവിൽ ജീവിക്കും. ഭൗതിക തലത്തിലല്ല, ജഡത്തിലല്ല, സ്വന്തം ഇഷ്ടത്തിലല്ല, സ്വയത്തിലല്ല, ലോകപ്രകാരമല്ല. പ്രാകൃത മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ഒരു ലൗകികനെ പോലെ അവൻ ഒരിക്കലും മാനുഷിക താല്പര്യങ്ങളിലോ അവന്റെ സ്വന്തം പദ്ധതികളിലോ അവൻ ജീവിക്കുന്നില്ല. അവൻ ആത്മാവിൽ ജീവിക്കും. ആത്മാവിൽ നാം കണ്ടു കഴിഞ്ഞത് വിശ്വാസത്തിൽ ജീവിക്കുന്നു, ആത്മാവിൽ ജീവിക്കുന്നു. ഇവിടെ വചനം കൊണ്ട് ജീവിക്കും. നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം. പൂർണ്ണമായി ഈ വചനത്തിൽ ഉറയ്ക്കും. നിങ്ങൾ വചനത്തിൽ ജീവിക്കുന്നവരാകട്ടെ. ഗോഡ് ബ്ലെസ് യു.